ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ പറയുന്ന തുടർന്നുകൊണ്ടുള്ള ഭാഗങ്ങൾ വനത്തബിഉ സുന്നത വൽ ജമാഅത വനജ്തനിബു അശ്ശുദൂദ വൽ ഖിലാഫ വൽ ഫുർഖത. വനത്തബിഉ അഹ്ലു സുന്നത്തി വൽ ജമാഅ, നമ്മൾ പിൻപറ്റും, നമ്മൾ പിന്തുടരും അസ്സുന്നത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൊണ്ടുവന്ന ദീനിനോട്, ശറഇനോട്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചു കൊണ്ടുപോയത് പരിശുദ്ധ ഖുർആനും അവിടുത്തെ സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്ന്, പ്രവർത്തിച്ചു തന്ന്, പറഞ്ഞു തന്ന്, പഠിപ്പിച്ചു തന്ന് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് പരിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ റസൂലിന്റെ സുന്നത്തിനോട് നമ്മൾ പിൻപറ്റുമെന്ന് പറഞ്ഞാൽ നാം പരിശുദ്ധ ഖുർആനിനോടും റസൂലിന്റെ സുന്നത്തിനോടും പിൻപറ്റും. അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കിതാബിൽ പരിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞു എന്ന് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു, എന്ത് കാണിച്ചു തന്നു എന്നുള്ളത് പരിശോധിച്ച് കൃത്യമായ, വ്യക്തമായ, പ്രകാശപൂരിതമായ, യാതൊരു സംശയവും ആശയക്കുഴപ്പവും വഴികേടും ലലാലത്തും വ്യതിചലനവുമില്ലാത്ത വ്യക്തമായ മാർഗത്തിലായിരിക്കും, സിറാത്തുൽ മുസ്തഖീമിലാണ് ഈ ലോകത്ത് അവർ സഞ്ചരിക്കുക. അങ്ങനെ ആ സിറാത്തുൽ മുസ്തഖീമിൽ ഈ ലോകത്ത് അവർ സഞ്ചരിച്ചതിന്റെ പ്രതിഫലം എന്നോണം ഖിയാമത്ത് നാളിൽ നരകത്തിന്റെ മുകളിൽ കൂടെ നാട്ടപ്പെട്ട ആ സിറാത്തിൽ കൂടെ ഈ ലോകത്ത് ഈ ശറഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ എത്ര വ്യക്തതയോടെ, എത്ര ആത്മാർത്ഥതയോടെ, എത്ര ഭംഗിയായി അവർ സഞ്ചരിച്ചു, അതിലായിട്ട് ജീവിച്ചു, അതിന്റെ അളവിനനുസരിച്ചുള്ള വേഗതയിൽ നരകത്തിന്റെ മുകളിൽ കൂടെ നാട്ടപ്പെട്ട ആ സിറാത്തിൽ കൂടെ അവർക്ക് വിട്ടുകടക്കാനും കഴിയും, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും കഴിയും, അവർക്ക് എത്തിച്ചേരാൻ കഴിയും. അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ലാത്ത ഈ ഉമ്മത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്ത് സ്വീകരിക്കാത്ത മറ്റുള്ള കുഫാറുകളും മുശ്രിക്കീങ്ങളും മുൽഹിദീങ്ങളും അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സുന്നത്തിനോട് ഇങ്ങനെ കൃത്യമായി അവർ പിൻപറ്റുകയില്ല. മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ തീരെ സ്വീകരിക്കുകയില്ല. ബിദ്അത്തിന്റെയും ലലാലത്തിന്റെയും ദേഹ ഇച്ഛകളുടെയും ആളുകള്, ബുദ്ധിക്കും യുക്തിക്കും മറ്റുള്ള ഭൗതികമായ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ആളുകള് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ, പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും പലപ്പോഴും അവർ ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിലും അവർക്ക് ഈ ലോകത്തും പരലോകത്തുമുള്ള അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതിനനുസരിച്ചുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ശിക്ഷകളും അവര് നേരിടേണ്ടി വരികയും ചെയ്യും. അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ ഖുർആനിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ, ഹദീസിന്റെ വ്യക്തമായ വെളിച്ചത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ സഞ്ചരിക്കലുടെ യാത്ര. വൽ ജമാഅ
പരിശുദ്ധ ഖുർആനിനോട് സുന്നത്തിനോട് അഹ്ലുസുന്നത്തി വൽ ജമാഅ പിന്തുടരും, ജമാഅത്തിനോടും പിന്തുടരും. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ ആ കൂട്ടം, മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിങ്ങളായ ആ ആൾക്കൂട്ടത്തിനോട് അവർ പിന്തുടരും. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും ആദ്യത്തെ കൂട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, പിന്നെ അവരോട് പിന്തുടർന്ന താബിഈങ്ങൾ, അവരെ പിന്തുടർന്ന താബിഈങ്ങൾ, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആ ആൾക്കൂട്ടത്തിന്റെ കൂടെ കൂടിക്കൊണ്ടായിരിക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സഞ്ചാരം, അവരെ കൂടെ കൂടിക്കൊണ്ട്. അതാണ് അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പരിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും അവർ പരിശോധിക്കും. ആ ഖുർആനും സുന്നത്തും അവിടുത്തെ സഹാബത്തും താബിഈങ്ങളും എങ്ങനെ പഠിച്ചു മനസ്സിലാക്കി, എങ്ങനെ അതിൽ നിന്നിട്ട് ദീനിന്റെ ഹുക്കുമുകളും നിയമങ്ങളും അവർ കണ്ടെത്തി പിന്തുടർന്നു, അതേപോലെ അവർ ചെയ്തതുപോലെ ആ ഖുർആന് സുന്നത്തിനോട് പിൻപറ്റിക്കൊണ്ട് ആ കൂട്ടത്തിന്റെ കൂടെയായിട്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ സഞ്ചരിക്കുക. ലലാലത്തിന്റെയും വഴികേടിന്റെയും ആളുകൾ ഇവിടെയും തന്നെ വ്യതിചലിച്ചുകൊണ്ടായിരിക്കും. മുസ്ലിം ഉമ്മത്തിന്റെ ഈ കൂട്ടത്തിന്റെ ആ ജമാഅത്തിന്റെ ഏറ്റവും ആദ്യത്തെ ആളുകൾ അള്ളാഹുവും അവന്റെ റസൂലും പ്രശംസിച്ച, അവർ നല്ലവരാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ നിന്ന് തെറ്റിയവരായിരിക്കും. ആ കൂട്ടത്തിൽ തെറ്റിയ ആളുകളായിരിക്കും ലലാലത്തിന്റെയും ബിദ്അത്തിന്റെ അനാചാരത്തിന്റെയും വഴികേടിന്റെയും ബുദ്ധിക്കും അതേപോലെ തന്നെ ദേഹ ഇച്ഛകൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുടെ സ്ഥിതി. അവർ സുന്നത്തിനോടും പിൻപറ്റുന്ന കാര്യത്തിൽ അവർ പിന്നിലായിരിക്കും, ജമാഅത്തിനോട് പിൻപറ്റുന്ന കാര്യത്തിലും അവർ പിന്നിലായിരിക്കും. നേരെ മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅ സുന്നത്തിനോടും ജമാഅത്തിനോടും പിന്തുടർന്നുകൊണ്ട് ആ കൂട്ടത്തിലായി സഞ്ചരിക്കുന്നത് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിന് അവർ അർഹരാകും. ഈ ഒരു പേര് മാത്രമല്ല, അസ്സലഫിയ്യ എന്നുള്ള പേര് മുൻ കഴിഞ്ഞു പോയ ഉത്തമരായ നല്ല ആളുകളുടെ കൂടെ കൂടിയ ആളുകൾ, അവർ എങ്ങനെ ദീന് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചു പിന്തുടർന്നു അതേപോലെ ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ അസ്സലഫിയ്യ. അഹ്ലുൽ അസർ, മുൻഗാമികളായ നല്ല ആളുകളുടെ കാലടിപ്പാടുകൾ അന്വേഷിച്ച് അതിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അഹ്ലുൽ അസർ. അഹ്ലുൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഹദീസ് വാക്കും പ്രവൃത്തിയും അംഗീകാരവും പ്രവാചകനിൽ നിന്ന് വന്ന എല്ലാ അധ്യാപനങ്ങളും അതിനെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾ അഹ്ലുൽ ഹദീസ്. അത്വാഇഫത്തുൽ മൻസൂറ, സഹായിക്കാനും സംരക്ഷണം നൽകാനും കൂടെ കൂടാനും ആരുമില്ലെങ്കിൽ പോലും, ആരും നമ്മളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനും ആരുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പാലിക്കുന്ന ആളുകളായത് കൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് വിധേയരായ ആളുകൾ എന്ന നിലക്ക്, ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകൾ എന്ന നിലക്ക് അത്വാഇഫത്തുൽ മൻസൂറ, അത്വാഇഫത്തുൽ മൻസൂറ, ഇങ്ങനത്തെ ഈ പേരുകളിലൊക്കെ ഈ വിഭാഗങ്ങൾ അറിയപ്പെടുകയും ചെയ്യും. സുന്നത്തിനോട് പിൻപറ്റാത്ത, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമിന്റെ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, ഖുറാഫാത്തിനും സ്വപ്നങ്ങൾക്കും തങ്ങളുടെ ദേഹ ഇച്ഛകൾക്കും ബുദ്ധികൾക്കും യുക്തികൾക്കും നാട്ടിലെ മാമൂലുകൾ പലതിനും പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോകുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുമല്ല, അവര് സുന്നികളുമല്ല. അവരെ സുന്നികൾ എന്ന് പറയാനും പാടില്ല. ആ പേരിന് അവർ അർഹരല്ലാത്തത് കൊണ്ട്, അവരത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അവരെ കുറിച്ച് സുന്നികൾ എന്നുള്ള വാക്ക് പറയാനും പാടില്ല. ഒന്നിരിക്കൽ ഖുറാഫികൾ എന്നോ സൂഫികൾ എന്നോ ഖുബൂരികൾ എന്നോ അവർ ഏറ്റെടുത്ത് സ്വീകരിച്ച ആ പേരിലാണ് അവരെ നമ്മൾ പരാമർശിക്കേണ്ടത്. താൻ നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇപ്പോഴും ഈ സമസ്തക്കാരായ ആളുകളൊക്കെ സുന്നികൾ എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കലുണ്ട്. അവരെ ഖുബൂരികൾ എന്ന് പറയാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കൽ. ഖബറിനും ഖബറിൽ മറമാടപ്പെട്ട ആളുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരിലേക്ക് ഓടിപ്പോകുന്ന ആളുകൾ ഖുബൂരികൾ. സൂഫികൾ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കാതെ, കിതാബിലും സുന്നത്തിലുമുള്ള അധ്യാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ ഷെയ്ഖുകളും മശായിഖുകളും അവർ കണ്ട സ്വപ്നങ്ങളും ആ സ്വപ്ന വ്യാഖ്യാനങ്ങളും അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന സൂഫികൾ. ഖുറാഫികൾ ഒരു തെളിവുമില്ലാതെ, കൃത്യമായ കിതാബ് സുന്നത്തിന്റെ തെളിവില്ലാതെ ഇന്നത് ദീനാണ്, ഇന്നത് ഇബാദത്താണ് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ആളുകൾ ഖുറാഫികൾ. ഈ പേരിനൊക്കെയാണ് അവർ അർഹർ.
ഈ പേരിലാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴേ ആളുകൾക്ക് ഇന്നതാണ് ബാത്തിലിന്റെ ആളുകൾ, ഇന്നത് സത്യത്തിന്റെ ആളുകളാ എന്ന് മനസ്സിലാകുള്ളൂ. അവർ ഈ പേരിന് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ ഈ സുന്നത്തിനോട് പിൻപറ്റേണ്ടിയിരുന്നു. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന അധ്യാപനങ്ങൾ ഏതാണ്, വ്യക്തമായ അധ്യാപനങ്ങൾ, തെളിവുകൾ ഏതാണ് നമ്മൾ ചെയ്യുന്നതിൽ എന്ന് പരിശോധിക്കേണ്ടി. അവരത് പഠിക്കാൻ തയ്യാറല്ല. ആരെങ്കിലും അത് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാനും അവർ തയ്യാറല്ല. അവർ പഠിച്ചു പോകുന്ന മാമൂലിൽ നിന്ന് പിന്മാറാൻ അവർ ഒരിക്കലും തയ്യാറല്ല തന്നെ. അതുകൊണ്ട് ഇത്തരം ബഹുമാന ആദരവുള്ള ഈ പേര് ഒരിക്കലും അവർക്ക് നിങ്ങൾ വകവെച്ച് കൊടുക്കരുതേ. അതിൽ അവരെ നിങ്ങൾ അഭിസംബോധന ചെയ്യുകയും ചെയ്യരുത്. വനത്തബിഉ സുന്നത വൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, അതിനോട് നമ്മൾ പിൻപറ്റും. അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ആ ആൾക്കൂട്ടം. അതിൽ ഏറ്റവും ആദ്യത്തെ അൽ ജമാഅ എന്ന ആ പേരിന് അർഹരും യോഗ്യരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. പിന്നെ അവരോട് പിന്തുടരുന്നവർ, അവരോട് പിന്തുടർന്ന ഈ 2-3 നൂറ്റാണ്ടിലുള്ള ആളുകളെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് സഹാബത്തിനെയും ആ സഹാബത്തിനോട് നല്ല നിലക്ക് പിന്തുടർന്ന താബിഈങ്ങൾ, താബിഈങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഹദീസുകളിൽ കൂടെയും പ്രശംസിച്ചതുകൊണ്ട് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ആളുകൾ എന്റെ തലമുറയാണ്, അഥവാ സഹാബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവരോട് പിന്തുടരുന്നവരും ഇവരാണ് ഈ അൽ ജമാഅ എന്നതിൽ ഏറ്റവും ആദ്യത്തെ വിഭാഗങ്ങൾ. പിന്നെ നല്ല നിലക്ക് അവരുടെ ആ വഴിയിൽ കൃത്യമായി ദീന് പഠിച്ച് മനസ്സിലാക്കി, അവര് പഠിച്ച് മനസ്സിലാക്കിയതുപോലെ ഈ ദീനിനോട്, അധ്യാപനങ്ങളോട് പിന്തുടരുന്ന ആളുകൾ, അവർ മുഴുവൻ ഖിയാമത്ത് നാൾ വരെ വരുന്നവരും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വിഭാഗങ്ങളാണ്. ഹിസ്ബുല്ലാഹി, അള്ളാഹുവിന്റെ കക്ഷികൾ എന്ന് പറയുന്ന ബഹുമാന ആദരണീയരാണ്. അതല്ലാത്ത മറ്റൊരു ഹിസ്ബും മുസ്ലിമീങ്ങൾക്ക് വേറെ ഇല്ല തന്നെ. അള്ളാഹുവിന്റെ ഹിസ്ബ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ ദീന് കൃത്യമായി അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് പിന്തുടർന്ന് പോകുന്ന ഈ ആളുകൾ, ഇതാണ് അസ്സുന്നത്തി വൽ ജമാഅ. അസ്സുന്ന ത്വരീഖത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം, അതാ സുന്നത്ത്, കിതാബും സുന്നത്തും. അൽ ജമാഅ എന്ന ജമാഅത്തുൽ മുസ്ലിമീൻ, ഈ ജമാഅത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യത്തെ ഒരു അസ്സഹാബത്തു വത്താബിഊന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിൽ ഖിയാമ, സഹാബത്താണ് ഏറ്റവും ആദ്യത്തവർ. പിന്നെ അവരോട് പിന്തുടർന്നവരും അവരുടെ ശേഷമുള്ള അവരോട് പിന്തുണ താബിഈങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ഈ ഹദീസിലുണ്ട്. ഉത്തമരായ നൂറ്റാണ്ടുകളിലുള്ള ആളുകൾ അവർ എങ്ങനെ കിതാബും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കിയോ അതുപോലെ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ ആളുകൾ, അവർ അൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ പേരിന് അർഹരാണ്. ഈ ബഹുമാന ആദരവുള്ള ആളുകളുമാണ്. ഫത്തിബാഉഹും ഹുദ, ഇവരോട് പിൻപറ്റി, ഈ സുന്നത്തിനോടും ഈ അൽ ജമാഅ എന്ന് പറയുന്ന അതിനോടും പിൻപറ്റുക എന്ന് പറയുന്നത് അതാണ് ഹിദായത്ത്. അവരാണ് മുഹ്തദീങ്ങൾ, അവർക്കാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ, ലഭിക്കുന്ന ആളുകൾ. നേരെ മറിച്ച് വഖിലാഫുഹും ളലാൽ, അള്ളാഹുവിന്റെ റസൂലിന് വിരുദ്ധമായി ചെയ്യുന്നത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ചെയ്യുന്ന ആളുകൾ നല്ലതല്ലേ 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 എന്ന് പറയുന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതാണെങ്കിൽ പോലും, നിഷ്കളങ്കത അവരുടെ മനസ്സിന്റെ ശുദ്ധിയിൽ നിന്ന്, നല്ല ക്ലിയറായ മനസ്സിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ പോലും, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മാർഗത്തിനോട്, മുൻഗാമികളായ ഈ സലഫുകളുടെ അവര് പഠിച്ച് മനസ്സിലാക്കിയ ആ മൻഹജിനോട് വിരുദ്ധമായി ചെയ്യുന്നത് വലാലുൻ, അത് വഴികേടാണ്. അവര് വഴികെട്ടവരുമാണ്. ദുല്ലാൽ, അവർ വഴികെട്ടവരാണ്. അവർ എത്ര കഠിനാധ്വാനം ചെയ്താലും, അവർ എത്ര നല്ലതാണ് എന്ന് പറഞ്ഞാലും, ഇനി ആ ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സിന്റെ ശുദ്ധമായ മനസ്സിൽ നിന്ന് വരുന്ന നിയത്തോടുകൂടെ ചെയ്യുന്നതാണെങ്കിൽ, ഇത്തിബാ ഇല്ല എന്നുള്ളത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് പിൻപറ്റിയില്ല എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന ആ പ്രവർത്തികൾ, വാക്കുകൾ, അവർ വെച്ചു പുലർത്തുന്ന ആദർശങ്ങൾ അത് വലാലാണ്, വഴികേടാണ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വ്യാഖ്യാനിച്ചത്, വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഈ കാര്യമാണ് ഈ വിഷയം. മുസ്ലിമീങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് പിൻപറ്റുന്നുണ്ടോ, ഇതിന് വ്യക്തമായ തെളിവുണ്ടോ, ദലീലുകളുണ്ടോ, രേഖയുണ്ടോ? ഈ മനസ്സിലാക്കിയ ഈ തെളിവിൽ നിന്ന് ഞാൻ ഈ മനസ്സിലാക്കിയത് പോലെ തന്നെയാണോ സഹാബത്ത് പഠിപ്പിച്ചതും അവർ കണ്ടതും അങ്ങനെയാണോ?
നമ്മൾ അറബി പഠിച്ചു, ഖുർആനും ഹദീസും അതിന്റെ വ്യാഖ്യാനങ്ങൾ കണ്ടു. നമ്മൾ അതിൽ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതിന്റെ മുമ്പ് വീണ്ടും നമ്മളൊന്നുകൂടി പരിശോധിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഈ ആയത്തിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയാണോ? അവര് അമലാക്കിയത് പ്രാവർത്തികമാക്കിയത് ഇങ്ങനെ തന്നെയാണോ? അതുകൂടി ഉറപ്പുവരുത്തിയതിന്റെ ശേഷം ഒരാള് ആ കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം അത് ഹിദായത്താണ്, അത് സന്മാർഗമാണ്, അവൻ ഹിദായത്ത് ലഭിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനുമാണ്. അതിന് വിരുദ്ധമായി ഒരാൾ കാര്യങ്ങൾ ചെയ്താൽ അവന്റെ അടുത്തുള്ളത് ഇവർക്ക് വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്, മൻഹജിന്, സഹാബത്തിന്റെ മൻഹജിന് വിരുദ്ധമായതുകൊണ്ട് അത് ലലാലാണ്, വഴികേടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സുന്നത്തിനോടും മുൻഗാമികളായ സലഫുകളോടും പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ശക്തമായ ഉപാധി പരിശുദ്ധ ഖുർആനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. എല്ലാ ആളുകളും, മുസ്ലിമീങ്ങൾ എല്ലാവരും പറയും അള്ളാഹുവിനും റസൂലിനും സ്നേഹിക്കുന്നവരാണ്. അത് പറയുന്നവരാണ് എല്ലാവരും. ആരെങ്കിലും പറയും എനിക്ക് അള്ളാഹുവിനോട് വെറുപ്പാണ്, ആരെങ്കിലും പറയും എനിക്ക് റസൂലിനോട് വെറുപ്പാണ്. എന്തോ ഒരു മഹബത്താണ്. ആളുകൾ എല്ലാവരും ഈ മഹബത്ത്, ഈ സ്നേഹം അത് വാദിക്കുന്നവരാണ്, അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവർക്കൊരു പരീക്ഷ വച്ചു. നിങ്ങൾ പറയുന്ന വാക്കിൽ സത്യസന്ധരാണെങ്കിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ. സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ആരും സ്നേഹിക്കും? അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കും, മുഅ്മിനീങ്ങളെയും സ്നേഹിക്കും. അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ സത്യസന്ധരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നോട് പിന്തുടരി. അള്ളാഹുവിന്റെ റസൂലിനുള്ള ഇത്തിബാഅ് കൃത്യമാണോ എന്ന് നോക്കി ഏതാരും തന്നെ ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനുള്ള മഹബത്തുർ റസൂലാണ്, ഹുബ്ബുൻ നബിയാണ് എന്നാര് പറയുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് അവനെ പരിശോധിക്കാൻ, അതേപോലെ കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് അവനെ വിലയിരുത്താൻ, അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് പിൻപറ്റുന്ന കാര്യത്തിൽ എത്രത്തോളം സൂക്ഷ്മതയുണ്ട്, എത്രത്തോളം അതിൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. ഫത്തബിഊനി. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ട് ഒരാൾ ജീവിച്ചാൽ, നമ്മളോട് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിനോട് പിൻപറ്റിക്കൊണ്ട് ഒരാൾ ജീവിച്ചാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളതല്ല വിഷയം. പല ആളുകളുണ്ടാകും, നല്ല സമ്പന്നരായ ആളുകളൊക്കെ സ്നേഹിക്കുന്നവരുണ്ടാകും ഒരു പക്ഷെ, അല്ലേ? ആൾക്കാരെ കൂട്ടത്തിൽ നല്ല കാശുള്ള ഒരാള്, നല്ല അഴകുള്ള ഒരാള്, നല്ല പേരും പ്രശസ്തിയുള്ള ആളുകളെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ അവർക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം, എന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ, അല്ലേ? നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു, പക്ഷെ ഓൽക്ക് ഇങ്ങോട്ടില്ല. എന്താ അതുകൊണ്ട് കാര്യം? എന്നതുപോലെ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഉപാധി ഫത്തബിഊനി, എന്നോട് നിങ്ങൾ പിൻപറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റണം, കിതാബിനോടും സുന്നത്തിനോടും. ഈ പറയുന്ന അൽ ജമാഅത്തിന്റെ അവർ എങ്ങനെ പിൻപറ്റിയോ അതുപോലെ പിൻപറ്റണം. എന്നാൽ യുഹബ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹു ഈ പരീക്ഷ വെച്ചു, ഒരു പടി ആളുകള് പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി. അവർ പറയുന്നത് കള്ളവാദമാണ്, സത്യസന്ധമായ. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഅ്, റസൂലിനോട് പിൻപറ്റണമെങ്കിൽ അവിടുത്തെ സുന്നത്ത് പഠിക്കാൻ തയ്യാറാവണം, അത് പഠിച്ച് അതിനോട് പിന്തുടരാൻ തയ്യാറാവണം. ഇതിനാളുകളെ കിട്ടുന്നില്ല, ഇതിനാളുകളില്ല, പരീക്ഷയിൽ പരാജയപ്പെട്ടു. അള്ളാഹു വീണ്ടും ആയത്തിൽ പറയുന്നു, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും ചെയ്യും. നമുക്ക് വേണ്ടത് അതല്ലേ? അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരുന്നു. മുൻഗാമികളായ സലഫുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂന സാബിഖൂൻ വസ്സാബിഖൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുൻഗാമികളായ മുഹാജിരീങ്ങൾ, അതേപോലെ തന്നെ അൻസാറുകൾ, അവരെ പിന്തുടർന്ന് കൃത്യമായി അവർ എങ്ങനെ കിതാബും സുന്നത്തും മനസ്സിലാക്കി എങ്ങനെ ഈ ദീനുൽ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോയാൽ റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു തൃപ്തിപ്പെടും. ഇവർക്ക് അള്ളാഹുവിനോടും തൃപ്തിയാണ്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി ചെയ്യാൻ അവർ തയ്യാറാണ്. എന്തേ കൽപ്പിച്ചു, എന്തേ അള്ളാഹു പറഞ്ഞു, എന്തേ റസൂല് പഠിപ്പിച്ചു, അത് കൃത്യമായി പഠിക്കാൻ ആദ്യം തയ്യാറാകും. എന്നിട്ടത് പഠിച്ചതുപോലെ അമലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തയ്യാറാകും. കാരണം അള്ളാഹുവിനോട് അവർക്ക് തൃപ്തിയാണ്.
പിരാഗി പറഞ്ഞിട്ടോ വെറുത്തിട്ടോ ഇതിന് സമയമല്ല, പിന്നെ കഷ്ടപ്പാടാണ് എന്ന് ഒന്നുമില്ല. തൃപ്തിപ്പെട്ട് പൂർണ്ണമായ മനസ്സോടുകൂടെ അള്ളാഹുവിന് ഇങ്ങോട്ട് തൃപ്തിയാണ്, അള്ളാഹുവിനോട് ഇവർക്ക് അങ്ങോട്ടും തൃപ്തിയാണ്. ആ ഒരവസ്ഥയിലായിരിക്കും. വയഗ്ഫിറു ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഈ ആയത്തിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് പറയുന്നത്. മറ്റൊരായത്തിൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ റസൂലിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് എതിരായി കൊണ്ട് ഒരാൾ മുന്നേറുകയാണ്, ഒരാൾ പോകുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സത്യം, സന്മാർഗവും ഹിദായത്തും വഴികളും കാര്യങ്ങളും അവന് വെളിവായി വ്യക്തമായതിന്റെ ശേഷം, അറിയാനും പഠിക്കാനും സൗകര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാൻ ആളുണ്ട്, അതിന്റെ സദസ്സുകളുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് ജഹലും ബിൽ ഉദ്റാണ്, പാവാണ്, വിവരല്ല എന്നൊക്കെ ആളുകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിനോട് പോയാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും, പിന്നീട് പരാജയപ്പെടേണ്ടി വരും. നേരെ മറിച്ച് ഇതിനൊന്നും സൗകര്യമല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടതാണ്, ഏതെങ്കിലും ഒരു ദ്വീപുകളിലോ വേറിലോടത്ത് മനുഷ്യവാസമില്ലാത്തടത്തോ, അതല്ലെങ്കിൽ അവന് എത്തിപ്പെടാൻ കഴിയാത്ത അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലോ ഏതെങ്കിലും ഒരു മനുഷ്യവാസം കൂടുതലില്ലാത്ത ഗ്രാമങ്ങളിലോ, അതല്ലെങ്കിൽ ഇന്നലെ മിഞ്ഞാന്നോ ഇസ്ലാം ദീനിലേക്ക് ഇത്രയും കാലം വരാൻ കഴിയാത്ത ഒരാൾ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വരിക, പഠിച്ച് മനസ്സിലാക്കാൻ സമയവും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കാതെ, അതൊക്കെയാണെങ്കിൽ വിഷയം വേറെയാണ്. അള്ളാഹുവിന്റെ അതിവിശാലമായ റഹ്മത്തിന്റെ നമ്മളാരും അതിനെ എതിർക്കുന്നവരും അത് നിഷേധിക്കുന്നവരും അല്ലാതെ, സൗകര്യങ്ങൾ മുഴുവനും ഉണ്ടായിട്ട്, സാഹചര്യങ്ങൾ മുഴുവനും മുന്നിലുണ്ടായിട്ട്, ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടായിട്ട്, പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അതിന്റെ സദസ്സുകളും എല്ലാം 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 അള്ളാഹു സുബ്ഹാനഹു വിശാലമാക്കി കൊടുത്ത് മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനോട് പിന്തുടർന്നു. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ്, സഹാബത്തുർ റസൂലാണ്. അപ്പൊ അവരുടെ മാർഗം അല്ലാത്തതിനോട് പിന്തുടർന്നു. മൻഹജു സഹാബ, മൻഹജു സലഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് വിരുദ്ധമായി, അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനോട് പിന്തുടരും ചെയ്താൽ, ഈ ആയത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറയല് വമൻ യുശാഖിഖിർ റസൂൽ, ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന് എതിരായി വിരുദ്ധമായി പോയാൽ തന്നെ മനുഷ്യൻ പരാജയത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിന് വിരുദ്ധമായി പ്രവർത്തിച്ചു പോയാൽ തന്നെ പരാജയത്തിലാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മുഅ്മിനീങ്ങളുടെ മാർഗത്തിനെയും കൂടി ഇതിൽ ചേർത്താ പറഞ്ഞത്. വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആ പറഞ്ഞ ഭാഗത്തിൽ നിന്ന് ഉലമാക്കൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന സുന്നത്ത് ഈ പറയുന്ന സഹാബത്ത് മനസ്സിലാക്കി പഠിച്ച് പിന്തുടർന്ന അതേ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഒരാൾ മുന്നേറണം. അതാണ് മൻഹജു സലഫ്, സഹാബത്തിന്റെ ആ മാർഗം. അൽ ജമാഅ, അതിനോട് പിന്തുടരണം എന്ന് പറഞ്ഞതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ഈ ആയത്തുകളിലൊക്കെ ഉള്ളത്. വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. അങ്ങനെ വിരുദ്ധമായി ഒരാൾ പോയാൽ, ഒരാൾ അങ്ങനെ പോകാൻ നുവല്ലിഹി മാ തവല്ല, നുവല്ലിഹി മാ തവല്ല, അവൻ ഏറ്റെടുത്തത് എന്താണോ, അവന് തിരിഞ്ഞത് ഏത് വഴിക്കാണോ, നമ്മൾ അവനെ കൈയൊഴിയുന്നു. അള്ളാഹു നന്മയിലേക്ക് മുന്നേറാൻ, സന്മാർഗം ഹിദായത്തും കൊടുത്തുകൊണ്ട് അവനെ ഉയർത്താൻ, ആദരിക്കാൻ അള്ളാഹു തയ്യാറാവുകയില്ല. അവൻ പോണ പാട്ടിന് പോട്ടെ, അവൻ ഏറ്റെടുത്തത് ഏൽക്കട്ടെ എന്ന് പറഞ്ഞ് പൈശാചികമായ മാർഗത്തിൽ അവൻ പോയി പരാജയപ്പെടും. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അവനെ നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവന്റെ പര്യവസാനം നരകമാണ്. അവന് ഹിദായത്ത് ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ആ വ്യക്തിക്കില്ല, അള്ളാഹുവിന്റെ സഹായമില്ല. അവൻ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും പോകുന്നില്ല. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സുന്നത്തിനോടും അൽ ജമാഅത്തിനോടും പിന്തുടരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു, വിശദമായി വ്യക്തമായി ആ കാര്യത്തിൽ. മറ്റൊരായത്തിൽ അല്ലാഹു വസാഅത്ത് മസീറ, നരകം എന്ന് പറയുന്നത് മടങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഏറ്റവും ദുഷിച്ച, വൃത്തികെട്ട, ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ടൊരാൾ ചെല്ലാതിരിക്കാൻ നല്ലത്, അതിനുള്ളൊരു ഇട ഒരാൾ ഈ ലോകത്ത് വരുത്താതിരിക്കാൻ നല്ലത്. അതിനവൻ പഠിക്കണം, ആ പഠിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിക്കണം. നിരന്തരം അള്ളാഹുവിനോട് അതിലായി മുന്നേറാനുള്ള തൗഫീഖിനും സ്ഥിരതക്കും അവന്റെ ഈ ആദർശത്തിൽ നിലനിന്ന് പോകാൻ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുകയും വേണം. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ. പ്രവാചകരെ പറയാ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനനുസരിക്കണം. ഫഇൻ തവല്ലൗ, ഇനി ആളുകൾ പറഞ്ഞത് കേൾക്കാതെ തിരിഞ്ഞു പിരിഞ്ഞട് പോവുകയാണെങ്കിൽ, ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വ അലൈക്കും മാ ഹുമ്മിൽതും. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ചത് തബ്ലീഗാണ്, ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
ആളുകൾ അവർ ഏറ്റെടുത്ത് അവർ തിരിഞ്ഞു പോയാൽ അവരുടെ പരാജയം അവർ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉഹു തഹ്തദു. നിങ്ങൾ ആ പ്രവാചകൻ അനുസരിച്ചാലേ ഹിദായത്ത് ലഭിക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിച്ചാലേ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുള്ളൂ. നിസ്കാരത്തിലും മറ്റും പല സമയത്തും ആളുകൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്ത്, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് ചേർക്കണം എന്ന ദുആ പലപ്പോഴും ആളുകൾ പറയുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇൻ തുതീഉഹു തഹ്തദു. പ്രവാചകൻ അനുസരിച്ചാലേ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഹിദായത്ത് ലഭിക്കാൻ പോകുന്നില്ല. വഇൻ തുതീഉഹു തഹ്തദു വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. വ്യക്തമായ തിരിണ നിലക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവാദിത്തമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമക്കുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമക്കുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബി സൂറത്തുൽ ബഖറയിൽ 1-ാമത്തെ ജുസ്ഇന്റെ അവസാനത്തെ ഭാഗത്തിൽ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി അന്നുണ്ടായിരുന്ന ഈ ആയത്തിറങ്ങുന്ന സമയത്തുള്ള മുഅ്മിനീങ്ങളായ മുഹാജിരീങ്ങളായ അൻസാരികളായ സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി. നിങ്ങൾ വിശ്വസിച്ചത് പ്രകാരം, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി അമലാക്കി അതിനെ നിങ്ങൾ പ്രാവർത്തികമാക്കിയത് പ്രകാരം അവർ ആരാണെങ്കിലും, അന്നുണ്ടായിരുന്ന അഹ്ലി കിതാബ് ജൂത നസാറാക്കളാണെങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏത് ആളുകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും സഹാബത്ത് പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൂ, അവർക്ക് ഹിദായത്ത് ലഭിക്കും, അവർ സന്മാർഗത്തിലാകും. ഈ പ്രവാചകന്റെ അനുയായികൾ പഠിച്ച് മനസ്സിലാക്കിയതിന് വിരുദ്ധമായി അൽ ജമാഅത്തിൻ ആ കൂട്ടത്തിൽ പെടാതെ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതെ ഒരാൾ അവന്റെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ടോ അവന്റെ ശൈഖന്മാരുടെയോ ത്വരീഖത്തിന്റെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാധീനത്തെ വലയത്തിൽപ്പെട്ടുകൊണ്ട് കാര്യങ്ങളേറ്റ് മുന്നോട്ട് പോയാൽ ഹിദായത്ത് ലഭിക്കാൻ പോകുന്നില്ല, ഹിദായത്ത് ലഭിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്, ഹദീസുകൾ ഇതുപോലെ ധാരാളമുണ്ട്. ഹദീസിന്റെ പണ്ഡിതന്മാർ മുഴുവനും അവരുടെ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, ഹദീസുൽ ഇർബാദ് ബിൻ സാരിയ. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി തബൂക്ക് യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പോകുന്ന സമയത്ത്, തബൂക്ക് എന്ന് പറയുന്ന ഷാമിന്റെ ഭാഗത്ത്, ഫലസ്തീൻ എന്ന് പറയുന്ന ഒക്കെ ഏകദേശം സിറിയയുടെ ആ ഭാഗത്തുള്ള അങ്ങോട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. ഒരുപാട് ദൂരമുണ്ട്. അന്ന് മദീനയിലെ കാലാവസ്ഥകളും കഠിനമായ ചൂടുള്ള സമയമാണ്. വിഭവങ്ങൾ, സാമ്പത്തികമായ വിഭവങ്ങൾ എല്ലാവരുടെ കയ്യിലും കുറവാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നതാണെങ്കിൽ അന്ന് ലോകത്തറിയപ്പെട്ട വലിയ ശക്തരായ സൈന്യത്തിന്റെയും ആയുധത്തിന്റെയും ഫലമുള്ള റോമക്കാരായ ആളുകളോടാണ് യുദ്ധം ചെയ്യേണ്ടുന്നത്. അപ്പൊ ഇതിന് പോകുന്ന സമയത്ത് മുന്നൊരുക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അവരോട് പറഞ്ഞിരുന്നു എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടി യുദ്ധത്തിന് പോകാൻ. ഇർബാദ് ബിൻ സാരിയ പോലത്തെ ഈ സഹാബിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മദീനയുടെ ആ താഴ്വരയിൽ ദീന് പഠിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീന് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സഹാബികൾ, കയ്യിൽ 10 പൈസയില്ല, വാഹനമില്ല, ആയുധമില്ല, യുദ്ധത്തിന് പോകാനുള്ള യാതൊരു സാമഗ്രികളുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധത്തിന് പോരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള വിഭവങ്ങൾ പ്രവാചകരെ ഒരുക്കിത്തരാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലാണെങ്കിൽ ഇവർക്ക് കൊടുക്കാനും സഹായിക്കാനും വേറൊന്നുമില്ല. അങ്ങനെ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത ആ നിസ്സഹായാവസ്ഥയിൽ കണ്ണ് നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കലങ്ങിമറിഞ്ഞ കണ്ണുമായി അവിടുന്ന് തിരിച്ചു പോരാണ്. അവരുടെ മനസ്സിൽ 100% യുദ്ധത്തിന് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. സാദിഖീങ്ങളാണ്, സത്യസന്ധരാണ്. കപടവിശ്വാസികൾ പല ആളുകളും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്മാറിയപ്പോ യുദ്ധത്തിന് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പോകുന്ന സഹാബികൾക്കോ പ്രവാചകനോ ഇവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തിരിച്ചു പോന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ഇവർക്കൊരു കുറ്റവുമില്ല യുദ്ധത്തിന് പോകാത്തതിന്. കഴിയാത്തത് കൊണ്ടാണ്, വിഭവമില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് മനസ്സിൽ കഴിയുമെന്നുണ്ടെങ്കിൽ അതിന് പോകാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുള്ള ഒരുക്കമുള്ള ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടെ പറഞ്ഞു മദീനയിൽ കുറച്ച് ആളുകളുണ്ട്. തന്റെ കൂടെ യുദ്ധത്തിന് പോകുന്ന ആളുകളോട് പറഞ്ഞു മദീനയിൽ കുറച്ച് ആളുകളുണ്ട്, നിങ്ങൾ ഏതെങ്കിലും മലയുടെ താഴ്വാരത്തിൽ കൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലത്തെ പ്രതിഫലം ആ മദീനയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. അവർക്ക് പോരാൻ കഴിയാത്ത വ്യക്തമായ കാരണം ഉണ്ടായതുകൊണ്ടാണ് യുദ്ധത്തിന് പോരാതിരുന്നത്. നിഷ്കളങ്കരായ, ശുദ്ധരായ, സത്യസന്ധരായ ഈ സഹാബികൾ, അതിൽപ്പെട്ട ആളാ ഇർബാദ് ബിൻ സാരിയ.
അദ്ദേഹം പറയാണ് വഹുവ മിമ്മൻ നസല ഫീഹി ആയത്തിറങ്ങിയതാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രായമായി രോഗിയായി കടക്കുന്ന സമയത്ത് താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നൊരു സമയത്ത്, എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന ഇവര് പറഞ്ഞു ഫസല്ലംന, ഞങ്ങൾ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതൈനാക സായിരീൻ വആഇദീൻ വമുഖ്തബിസീൻ, ഞങ്ങൾ മഹാനായ പണ്ഡിതനായ ആദരണീയനായ പ്രായം ചെന്ന ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങളെ രോഗം കാണാൻ വേണ്ടി വന്നതാ. അതിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട ഇൽമ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹദീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാനും വന്നത്. മുൻഗാമികളായ ആളുകളുടെ രീതി ഇതായിരുന്നു. അവരുടെ ഓരോ അവസരങ്ങളിലും കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ, ഹജ്ജിനും ഉംറക്കും പോകുകയാണെങ്കിലും, കച്ചവടത്തിന് പോകുകയാണെങ്കിലും, കൃഷിക്കും മറ്റതും അവർ സമയം കാണുകയാണെങ്കിലും, ഇതേപോലെ രോഗം കാണാനും സന്ദർശിക്കാനും പോകുകയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ആ റസൂലിന്റെ ശറഅ്, സുന്നത്ത്, ത്വരീഖത്ത്, അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പഠിപ്പിച്ചും തരി, ഞങ്ങൾക്കത് അറിയും വേണം, അത് പഠിക്കും വേണം. മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഹദീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് ഇമാമായി കൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ ഫലം സുമ്മ അഖ്ബല അലൈന, നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങളിലേക്ക് മുന്നിട്ട് തിരിഞ്ഞിരുന്നു. ഫവഅദനാ മൗഇളതൻ ബലീഗ, വളരെ അർത്ഥവത്തായ, വളരെ ഗൗരവമുള്ള, സാരസമ്പൂർണമായ, ഹൃദയത്തിലേക്ക് തട്ടുന്ന ഒരു ഉപദേശം അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് നൽകി. ദറഫത്ത് മിൻഹൽ ഉയൂൻ വജിലത്ത് മിൻഹൽ ഖുലൂബ്, ആ ഉപദേശം കേട്ടപ്പോ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ചു വറച്ചുപോയി. അങ്ങനത്തെ ഒരു ഉപദേശം അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്തു. വഖാല ഖായിലുൻ, ആ സദസ്സിൽപ്പെട്ട ഒരാൾ ഇത് കേട്ടപ്പോ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദീൻ, അല്ലാഹുവിന്റെ റസൂലേ, യാത്ര പറഞ്ഞു പിരിഞ്ഞു പോകുന്ന ഒരാള്, കുടുംബനാഥനോ മറ്റോ, തന്റെ പിന്നിലുള്ള ആളുകൾക്ക്, തന്റെ കീഴിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം പോലത്തെ ഉപദേശമാണിത്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ പിരിയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഫമാദാ തഅഹദു ഇലൈന, വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, വസിയ്യത്തുകൾ എന്താണ് ഞങ്ങൾക്ക് തരാനുള്ളത്, ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹി വസ്സംഇ വത്വാഅ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. രഹസ്യ പരസ്യങ്ങളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, നിങ്ങളിലും നിങ്ങൾ മറ്റുള്ളവരുമായുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വസ്സംഇ വത്വാഅ, നിങ്ങളുടെ മേലധികാരികൾ, നിങ്ങളുടെ ഭരണാധികാരികളോ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവരോ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം, അനുസരിക്കാനും തയ്യാറാവണം. അള്ളാഹുവിന് താഴത്തായ കാര്യങ്ങളാണെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ ആര് തന്നെ കൽപ്പിക്കുകയാണെങ്കിലും അത് നമ്മൾ കേൾക്കേണ്ടേ, അനുസരിക്കേണ്ട ആവശ്യമില്ല. വഇൻ അബ്ദൻ ഹബ്ശിയൻ, അവൻ ഒരു ആഫ്രിക്കക്കാരനായ, നീഗ്രോ വർഗക്കാരനായ, തൊലി കറുത്തവനായ, നിങ്ങളുടെ ഇടയിൽ നിലയും വിലയില്ലാത്ത ഒരു അടിമയാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ വരുന്നു എന്ന് വെക്കുക. നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അടിമ വന്നാൽ പോലും, അടിമയാണെങ്കിലും അവൻ നിങ്ങളുടെ ഭരണാധികാരിയാണ്, നിങ്ങളുടെ തലവനാണ്, നിങ്ങളുടെ കാര്യദർശിയാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ അവൻ അനുസരിക്കണം. എന്നിട്ട് ഫഇന്നഹു മയഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിശ്ചയം എന്റെ ശേഷം നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന പക്ഷം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ, പല മേഖലകളിലും ആളുകളുടെ ഇടയിൽ പല ജാതി അഭിപ്രായങ്ങൾ, ഒത്തൊരുമയില്ലാത്ത ഒരുപാട് വൈരുദ്ധ്യമായ, വ്യത്യാസപ്പെട്ട പല ജാതി അഭിപ്രായങ്ങളും കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം ഇന്നൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. 10 ആളുകളുണ്ടെങ്കിൽ 20 അഭിപ്രായങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഏത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. നത്തബിഉ അസ്സുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ, അതിനോട് നമ്മൾ പിന്തുടരുക, അത് മുറുകെ പിടിക്കുക. അതേപോലെ വൽ ജമാഅ വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ച വിവേകികളായ പക്വതയുള്ള എന്റെ ഖുലഫാഉർ റാഷിദുകൾ, 4 ഖലീഫമാർ ഏറ്റവും ആദ്യം, അതുപോലെ തന്നെ അവിടുത്തെ സഹാബത്ത്, അവരെ മാർഗം അത് നിങ്ങൾ മുറുകെ പിടിക്കണം, അതിൽ നിന്ന് പുറത്തു കടക്കരുതേ.
അതിന് വിരുദ്ധമായി ചെയ്യാൻ പോകരുതേ. അത് ചെയ്താൽ, അതിന് പോയാൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. അള്ളാഹുവിന്റെ റസൂല് വീണ്ടും പറയാണ്, മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹ, വീണ്ടും പറയുന്നു, നിങ്ങൾ അത് മുറുക്കി പിടിച്ചോണ്ടി. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചോടി. നമ്മളൊരു കാര്യം നമ്മുടെ കൈകൊണ്ട് പിടിച്ചാൽ ചിലപ്പോൾ ശക്തമായ വലി വരുമ്പോ കയ്യിൽ നിന്നത് വിട്ടുപോകും. അപ്പൊ ചില ആളുകള് ചില പ്രത്യേകമായ സമയത്ത് പല്ലുകൾ കൊണ്ട്, ആ പല്ലിന്റെ മുൻപല്ലല്ല, അണപ്പല്ല്, അണ്ണാക്കിലുള്ള ഉള്ളിലുള്ള പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കും, അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. അത്ര ഗൗരവത്തോടുകൂടെ, അത്ര ശ്രദ്ധയോടുകൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിങ്ങൾ പഠിക്കണം. അതിൽ നിങ്ങൾ മുന്നേറണം. അതിൽ നിന്ന് വ്യതിചലിക്കരുതേ, അതിനെ കൈയൊഴിക്കരുതേ, അതിനെ നിങ്ങൾ തള്ളരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ഈ ദീനുൽ ഇസ്ലാമിൽ ആളുകൾ പലതും കടത്തിക്കൂട്ടിയിട്ട് ചെയ്യുന്ന ബിദ്അത്തുകളും അനാചാരങ്ങളും ഉണ്ടാകും. ആ പറയുന്നത് മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. പുതിയതായിട്ട് ദീനിൽ കടത്തിക്കൂട്ടുന്നത് ഏത് പേരിലാണെങ്കിലും, ഏതാളുകൾ കടത്തിക്കൂട്ടുന്നതാണെങ്കിലും, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത് മുഴുവനും വഴികേടാണ്. ഈ വഴികേടിൽ പോകുന്ന ആളുകൾ, ഈ വഴികേട് അവരെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നതുമാണ്. ഈ വഴികേടുകൾ അവരെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അതിനോട് പിന്തുടരുക, ആ റസൂലിന്റെ സഹാബത്തിന്റെ ചര്യ അത് പഠിച്ച് മനസ്സിലാക്കി, മൻഹജ് മനസ്സിലാക്കി അതിൽ മുന്നേറുക എന്നുള്ള നിർബന്ധമാണ്. ഒരാൾ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഈ ലോകത്തും പരലോകത്തും അവന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ ഖുലഫാഉർ റാഷിദുകളുടെയും സുന്നത്ത് അതിൽ ഒരാൾക്ക് പിന്തുടരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് പഠിക്കാൻ തയ്യാറാവണം. എന്താണ് അവിടുത്തെ സുന്നത്ത്? അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീൻ എന്താണ്? സഹാബത്ത് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്തത് എന്താണ് എന്ന് പഠിക്കാൻ ആളുകൾ തയ്യാറാവുക തന്നെ വേണം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി, മുസ്ലിം പോലത്തെ മുഹദ്ദിസീങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് ഒരു ഉപമ നമുക്ക് പറഞ്ഞു തന്നത് കാണാൻ കഴിയും. ഒരു ഉപമ, അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ഈ ദീൻ, കിതാബും സുന്നത്തും, ആ പറയുന്നതിന് ഒരു ഉദാഹരണം അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നത് ഈ ഹദീസിൽ കൂടെ. ഇന്ന മസല മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അയച്ചു. എന്നിട്ട് ജനങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഹുദാ വൽ ഇൽം, സാലിഹായ അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ, അതേപോലെ തന്നെ ഉപകാരപ്രദമായ ഇൽമു, അൽ ഇൽമുൻ നാഫിഉ വൽ അമലു സ്വാലിഹ്. ഈ പറയുന്നതാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് കൊണ്ടുവന്നത്. ഉപകാരപ്രദമായ ഇൽമ്, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്ത്, അമലുകൾ. ആ പറയുന്നതിന്റെ ഉദാഹരണം കമസലി ഗൈസിൻ അസ്വാബ അർളൻ, ഒരു മഴ പോലെയാണ്. ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന നല്ല ഒരു മഴ, അത് അങ്ങനെ ഭൂമിയിൽ വന്ന് പതിക്കാണ്. ആ മഴ ഭൂമിയിൽ വർഷിച്ചു. ഭൂമിയുടെ സ്ഥിതി പറയുകയാണെങ്കിൽ 2-3 വിഭാഗം പ്രദേശങ്ങളാണ് ഭൂമി. 2-3 വിഭാഗത്തിലുള്ള പ്രദേശങ്ങളാ ഭൂമി. ആ പറയുന്ന 2-3 വിഭാഗങ്ങളുള്ള ആ 3 പ്രദേശങ്ങളിലും ഈ മഴ വന്നു വർഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകാനത് ത്വായിഫത്തുൻ കമസലി ഗൈസിൻ അസ്വാബ അർളൻ ഫകാനത് ത്വായിഫത്തുൻ ത്വയ്യിബ. ഭൂമിയിൽ ഒരു പ്രദേശം വളരെ നല്ല മണ്ണാണ്, കൃഷിയോഗ്യമാണ്. എന്താ മണ്ണിലത് കൊണ്ടുപോയിട്ടാലും അത് അതിൽ മുളക്കും, അത് അതിൽ വളർന്നു വരും. അതിൽ നിന്ന് നല്ല കായ്ക്കനികള്, ഫലങ്ങള്, വിഭവങ്ങള് നമുക്ക് നേടാൻ പറ്റുന്ന നല്ല കൃഷിയോഗ്യമായ മണ്ണാണ് ഒന്ന്. അങ്ങനത്തെ ആ പ്രദേശം ഈ ലഭിച്ച മഴ ഖബിലത്തിൽ മാ, വെള്ളം അത് സ്വീകരിച്ചു. ഫഅംബതത്തിൽ കലഅ വൽ ഉശ്ബൽ കസീർ, സസ്യങ്ങള്, ചെടികള്, കായ്ക്കനികള്, പുല്ലുകള്, മനുഷ്യരായ നമുക്കും നമ്മുടെ കാലികൾക്കും കഴിക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല വിഭവങ്ങൾ അതിൽ നിന്ന് മുളച്ചു പൊന്തി ആ ഭൂമി നമുക്കത് നൽകി. അങ്ങനത്തെ പ്രദേശം. വകാന മിൻഹാ അജാദിബു അംസകത്തിൽ മാ, മറ്റു ചില സ്ഥലങ്ങൾ ഉറച്ച ഒരു സൈസ് മണ്ണാണ്, ചില പാറക്കെട്ടുകളും അതേപോലെ തന്നെ ഉറച്ച പ്രദേശങ്ങളെ പോലെ അത് ആ വെള്ളത്തിനെ അത് പിടിച്ചുവെച്ചു, മറ്റുള്ള സ്ഥലങ്ങൾ ഭൂമിയിലേക്ക് താന്നു പോകാതെ.
വേറെ സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോയി ആ വെള്ളം വറ്റി വരണ്ട് ആ പ്രദേശം ഉണങ്ങിപ്പോകാതെ ആ വെള്ളത്തിനെ സൂക്ഷിച്ചു വെച്ചു. ചില കുണ്ടുകളും കുഴികളും കുളങ്ങളും പുഴകളും തോടുകളും പോലത്തതൊക്കെ അങ്ങനെ ചെയ്യും. അതിൽ കൃഷിയൊന്നും നടക്കൂല, പുല്ലും ചെടികളും നടക്കൂല, പക്ഷെ അതിൽ വെള്ളം ഉണ്ടാകും. ആവശ്യമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കോരി കൊണ്ടുപോകാനും വന്നെടുക്കാനും അതിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിനെ അത് പിടിച്ചുവെച്ച് അങ്ങനത്തതുണ്ട്. ഫനഫ അല്ലാഹു ബിഹന്നാസ, ആളുകൾക്ക് ആ വെള്ളം കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്തു. ഫശരിബു മിൻഹാ വസഖൗ വസറഉ, അവർ കുടിച്ചു, അവർ കൃഷി ചെയ്തു, അവരുടെ കാലികൾക്കും മറ്റും അതിൽ നിന്ന് കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പ്രദേശം, രണ്ട് പ്രദേശം ഉപകാരപ്രദമായത് ആളുകൾക്ക്. ഒന്ന് കൃഷിയോഗ്യമായതും ഒന്ന് വെള്ള സൗകര്യങ്ങൾ, ജലസേചനത്തിന് സൗകര്യമുള്ള രണ്ട് നിലക്കുള്ള പ്രദേശങ്ങൾ. ആ രണ്ട് പ്രദേശങ്ങൾ കൊണ്ടും ഈ വർഷിച്ച ഈ മഴ കൊണ്ട് ഉപകാരം കിട്ടി. നേരെ മറിച്ച് മൂന്നാമത്തത് ഈ ഭൂമിയിൽപ്പെട്ട മറ്റൊരു പ്രദേശം, ഇന്നമാ ഹിയ ഖിആനുൻ, അത് ഒരു ഉണങ്ങിക്കടിച്ച ബറം പിടിച്ച ഒരു കാര്യത്തിനും ഉപകാരമില്ലാത്ത പ്രദേശമാണ്. ലാ തുംസികു മാഅൻ വലാ തുംബിതു കലാ, വെള്ളം അത് സൂക്ഷിച്ചു വെക്കേ പിടിച്ചു വെക്കേ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടെ സസ്യങ്ങളോ ചെടികളോ കായ്ക്കനികളോ മുളപ്പിച്ച് ആളുകൾക്ക് ഉപകാരം ചെയ്തതില്ല. فذلك مثل من فقه في دين الله ونفعه بما بعثني الله به فعلم وعلم ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആദ്യത്തെ രണ്ട് പ്രദേശങ്ങൾ, ഒന്ന് ആ വെള്ളത്തിന്, ആ ഭൂമിക്ക് തന്നെ വെള്ളം ഉപകാരപ്പെട്ടതുപോലെ വെള്ളം കുടിച്ച് കായ്ക്കനികളും ചെടികളും മുളപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരം ചെയ്തു. മറ്റൊന്ന് വെള്ളത്തിനെ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്രദമായ കുളങ്ങളും തോടുകളും പുഴകളും അതേപോലെ തന്നെ പ്രദേശങ്ങളായി വളരെ ഉപകാരപ്പെട്ടു ഈ മഴ കൊണ്ട്. മറ്റുള്ള ഈ പറയുന്ന ഖിആൻ, ബറം പിടിച്ച ഉണങ്ങിക്കടിച്ച വറ്റി വരണ്ട ഒന്നിനും കൊള്ളാത്ത ഈ ഭൂമി, അത് ഒരു ഉപകാരം ഈ മഴ കൊണ്ട് അതിന് ലഭിച്ചില്ല. മനുഷ്യരുടെയും അവസ്ഥ ഇങ്ങനെയാണ്. നമുക്ക് നമ്മെക്കുറിച്ച് കൂട്ടത്തിലിരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒന്ന് പരിശോധിച്ചു നോക്കുക, എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ ഈ ഖിആൻ, ഈ ബറം പിടിച്ച് ഒന്നിനും കൊള്ളാത്തതാണോ? അതല്ല ഉപകാരപ്രദമായ ഈ ഭൂമി പോലത്തെ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന സുന്ദരമായ ഖൈറാത്തുകളും ബറക്കാത്തുകളുമുള്ള ഈ പറയുന്ന ഉപകാരപ്രദമായ കിതാബ് സുന്നത്തിന്റെ ഇൽമ് അത് പഠിച്ച് അതനുസരിച്ച് ഇബാദത്ത് ചെയ്തു പോകാൻ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത് അതിന് സഹായികളായി മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ? അതല്ല ഒന്നിനും പറ്റാത്ത തരിശായി കടക്കുന്ന, ബറം പിടിച്ച് കടക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ആ ഭൂമി പോലത്തെ അവസ്ഥയിലാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മുന്നേറുന്ന പക്ഷം അള്ളാഹു ബഹുമാനിക്കും, ആദരിക്കും. അപ്പൊ ഈ റസൂലിന്റെ സുന്നത്തിനോട് ഈ പറയുന്ന അൽ ജമാ, ആ സുന്നത്തിൽ മുന്നേറി വിജയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ അൽ ജമാ എന്നാണ്. അൽ ജമാ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറബിയിലുള്ള ആ വാക്കിന്റെ അർത്ഥം ആൾക്കൂട്ടങ്ങൾ എന്നുള്ളതിന്. ആൾക്കൂട്ടങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സുന്നത്തിൽ മുന്നേറുന്ന ആൾക്കൂട്ടങ്ങൾ. ഈ ആൾക്കൂട്ടങ്ങള് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. താബിയുടെ കാലത്തും താബിയുടെ കാലത്തും മുൻഗാമികളിൽ പലപ്പോഴും വലിയ ആൾക്കൂട്ടങ്ങൾ ഇവർ തന്നെയായിരുന്നു. ഈ സഹാബത്ത് കഴിഞ്ഞ് അവരുടെ ചെറിയ പ്രായക്കാരായ അവസാന കാലഘട്ടത്തിലുള്ള സഹാബിയുടെ കാലഘട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതേപോലെ തന്നെ ദലാലത്തിന്റെയും വഴികേടിന്റെയും വിദഅത്തിന്റെയും ആളുകളുടെയും രംഗപ്രവേശം വന്നുകൊണ്ടേയിരുന്നു. എന്നാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ സുന്നത്തിനോടും അൽ ജമാഅത്തിലുമുള്ള ആളുകളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. ഭൂരിപക്ഷം അവരായിരുന്നു. വർദ്ധിച്ചവരും അധികരിച്ചവരും അവരായിരുന്നു. അവരൊക്കെ അൽ ജമാ, ആൾക്കൂട്ടം തന്നെയായിരുന്നു. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചില കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ചില നാട്ടില് അൽ ജമാ എന്ന് പറയാൻ മാത്രമൊന്നും ഈ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഉണ്ടാവുകയില്ല. റസൂലിന്റെ സുന്നത്തിനോട് പിന്തുടരുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറയുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ മുന്നേറുന്ന, അത് പഠിച്ച് മനസ്സിലാക്കി അതിനെ പിന്തുടരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇന്നൊക്കെ ചിലപ്പോൾ ഒരു കുടുംബമോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയോ
അതിൽപ്പെട്ട കുടുംബനാഥൻ ഒരു പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അൽ ജമാഅയിൽപ്പെട്ട ആളായിരിക്കും. അവിടുത്തെ മറ്റുള്ളവർ മുഴുവനും അതിന്റെ പുറത്തായിരിക്കും. അതല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ഒരു പക്ഷേ അൽ ജമാഅ എന്ന് പറയുന്ന ആദർശത്തിലായിരിക്കും, മറ്റുള്ളവർ വേറെയായിരിക്കും. അതല്ലെങ്കിൽ ഒരു കുടുംബം അൽ ജമാഅ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അൽ ജമാഅയായിരിക്കും, മറ്റുള്ളവർ മുഴുവനും അതിന്റെ പുറത്തായിരിക്കും. അപ്പൊ എങ്ങനെ ഇവിടെ അൽ ജമാഅ എന്ന് പറയാ? ഇവര് കൂട്ടം തെറ്റിയവരും ഇവർ ഒറ്റപ്പെട്ടവരും അല്ലേ? അതല്ല, ആദ്യത്തെ മുൻഗാമികളായ ആ ജമാഅത്തിന്റെ കൂടെ ഇവർ കൂടിയത് കൊണ്ട്, അവിടെ ആദർശം സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് ഇവർ ഒറ്റപ്പെട്ടവരാണെങ്കിലും, ഈ കാലഘട്ടത്തിൽ ഒറ്റയാണെങ്കിലും, അതല്ലെങ്കിൽ ഈ നാട്ടിൽ ഇവർ ഒന്നോ രണ്ടോ ആളുകളുള്ളെങ്കിലും അവരുടെ മുന്നിലും പിന്നിലും വമ്പിച്ച ഒരു കൂട്ടം ഈ പറയുന്ന ആദർശത്തിൽ മുന്നേറിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ യാതൊരു പതർച്ചയുമില്ലാതെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിൽ സഞ്ചരിക്കാനും വരുന്നുണ്ട്. ഈ വഴിയിൽ ആളുകൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇന്നിവിടെ ഒറ്റക്കാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ അൽ ജമാഅ മുസ്ലിം ആൾക്കൂട്ടമാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകളുടെ കൂടെയാണ് ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെയും മുൻഗാമികളായ ഈ സലഫുകളുടെയും മാർഗത്തിൽ ഒരാൾ പിന്തുടരുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലോ ഏതെങ്കിലും ഒരു നാട്ടിലോ ഏതെങ്കിലും ഒരു കാലത്തോ ഒരാൾ ഒറ്റപ്പെട്ടു എന്ന് കരുതി മുന്നിലും പിന്നിലും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും അവൻ ആളുകളില്ല എന്ന് കരുതി ഒരിക്കലും ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാനോ പിന്മാറാനോ ഈ പറയുന്ന മഹത്തായ അല്ലാഹു സുബ്ഹാനഹു വ നൽകിയ ആദരവ് അത് വേണ്ട എന്ന് പറഞ്ഞ് പിന്നോട്ടടിക്കാനോ നിൽക്കരുത്. ഈ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലോ ഏതെങ്കിലും പ്രദേശത്തോ ഒരാൾ ഒറ്റക്കാണ്, കൂടെ ആളില്ല എന്ന് വിചാരിച്ച് അവൻ യഥാർത്ഥത്തിൽ വമ്പിച്ച ഒരാൾക്കൂട്ടത്തിന്റെ കൂടെയാണ്. അവന്റെ മുമ്പ് വലിയ ഒരു സംഘം ആളുകൾ മുന്നേറിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ പറയുന്ന മാർഗത്തിൽ മുന്നേറാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുക്കി ഈ ലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന ഭരണാധികാരി, അദ്ദേഹത്തിനെ തുടർന്ന് വന്ന വീണ്ടും ഭരണാധികാരി, അദ്ദേഹത്തിനെ തുടർന്ന് വന്ന മൂന്നാമത്തെ ഭരണാധികാരിയും, അന്നത്തെ ജഡ്ജിമാരും അന്നത്തെ മുഫ്തിമാരും അന്നത്തെ ദാഇമാരും ആലിമീങ്ങളും ആ നാട്ടിലുള്ള നല്ലൊരു വിഭാഗം ആളുകളും പേടിച്ചുകൊണ്ട് മുണ്ടാതെ സ്വകാര്യമായി രഹസ്യമായി പോകുന്ന സാധാരണക്കാർ ധാരാളമുണ്ടെങ്കിലും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും ഹുങ്കുകൊണ്ട് ഈ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച മാർഗത്തിന് വിരുദ്ധമായ മാർഗത്തിലായിരുന്നവർ. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഈ കിതാബിന്റെയും ഈ സുന്നത്തിന്റെയും ഈ അൽ ജമാഅയുടെയും മാർഗം സ്വീകരിച്ച് മുന്നേറുക ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മഹത്തായ രക്ഷയും വിജയവും നൽകി അദ്ദേഹം ഏറ്റെടുത്ത, അദ്ദേഹം സ്വീകരിച്ച ഈ ആദർശത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ശേഷം വന്ന ആളുകൾക്കും അതിനുള്ള തൗഫീഖും സഹായവും അല്ലാഹു നൽകുകയും ഇമാമു അഹ്ലിസുന്ന സുന്നത്തിന്റെ ആളുകളുടെ ഇമാം എന്ന് പറയുന്ന ആ ആദരവിൽ അദ്ദേഹം അർഹനാവുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ്, സത്യത്തിനോട് യോജിച്ചതാണോ അതാ അൽ ജമാഅ, സത്യത്തിനോട് യോജിച്ചത്. വലൗ കുന്ത വഹ്ദക, ഒരു കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് നീ ഏകനാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെയും ഈ പറയുന്ന അൽ ജമാഅയുടെയും കൂടെ കൂടിയിട്ട് ആ നാട്ടുകാരുടെ ഇടയിൽ ആ പ്രദേശത്ത് ആ കാലത്ത് നീ ഒറ്റക്കാണെങ്കിൽ പോലും സത്യം നിന്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ആദർശം നീ സ്വീകരിച്ചതാണെങ്കിൽ നീയാണ് അൽ ജമാഅ, നീയാണ് യഥാർത്ഥ ബഹുമാന ആദരവിന് അർഹനായ ആള് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലൈക ബിത്വരീഖിൽ ഹുദ വ ഇൻ ഖല്ല സാലികൂൻ, സന്മാർഗത്തിന്റെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ സഞ്ചരിക്കുന്ന ആളുകൾ കുറവാണെങ്കിൽ പോലും, ധാരാളം ആളുകളൊന്നും ഉണ്ടാകൂല കൂടെ എന്ന് കരുതി, വജ്തനിബ് ത്വരീഖർ റദ വ ഇൻ കസുറൽ ഹാലികൂൻ, നാശത്തിന്റെ മാർഗം നീ ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആളുകൾ അതിൽ എത്ര കൂടുതലുണ്ടെങ്കിലും, എത്ര അധികരിച്ച ആളുകൾ അതിലുണ്ടെങ്കിലും നാശത്തിന്റെ വഴി നീ ഒഴിവാക്കിക്കൊണ്ട്.
ഇമാം ഔസായി ഇവരൊക്കെ മുൻകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഇമാമിയങ്ങളാണ്. പക്ഷേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷണത്തിൽ കൂടെയും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനത്തിൽ കൂടെയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി അവരുടെ കാലഘട്ടത്തിലുള്ളവർക്കും അതിന്റെ ശേഷം വരുന്ന ആളുകൾക്കും ഇത്രത്തോളം സമാധാനത്തിന്റെ ധൈര്യം കൊടുക്കുന്ന ഉപദേശങ്ങൾ പറഞ്ഞുപോയി എന്നുള്ളത്. ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അലൈക ബി ആസാരി മൻ സലഫ് വ ഇൻ റഫളക അന്നാസ്. കഴിഞ്ഞുപോയ മുൻഗാമികളായ ഉത്തമരായ ആളുകളുടെ മാർഗങ്ങൾ അതിനെ മുറുകെ പിടിച്ചോണ്ടി. വ ഇൻ റഫളക അന്നാസ്, ആളുകൾ നിന്നെ ഒഴിവാക്കിയാലും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മുന്നേറുമ്പോ, സലഫി മൻഹജിൽ മുന്നേറുമ്പോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന വേഷവിധാനങ്ങളും സ്വഭാവവും ആദർശം ഇബാദത്തും അമലുമായി മുന്നേറുമ്പോ ആളുകൾക്കൊരു പക്ഷെ അത് പറ്റിക്കോളണമെന്നുണ്ടാവൂല. ആളുകൾ നിന്നെ ഒഴിവാക്കിയാലും അവരുടെ മാർഗം നീ മുറുകെ പിടിച്ചോണ്ടി. വ ഇയ്യാക, നീ സൂക്ഷിക്കണം. വ ആറാ അർരിജാൽ, ആളുകൾ പറയുന്ന പല അഭിപ്രായങ്ങളുണ്ടാകും. ദീനിന് വിരുദ്ധമായിട്ട് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. വ ഇൻ സഖറഫൂഹു ബിൽ ഖൗൽ, പറഞ്ഞിട്ട് അവരതിങ്ങട്ട് അഴകുള്ളതും അലങ്കരിച്ചിട്ടും നല്ലതാക്കി കാണിച്ചു തന്നാലും, അവരിങ്ങോട്ട് പറഞ്ഞിട്ട് അവരോട് പ്രസംഗിച്ചിട്ട് അവരിങ്ങോട്ട് വാചകടിച്ചിട്ട് ഇത് നല്ലതാണ്, ഇത് സ്വീകരിക്കേണ്ടതാണ്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് പറഞ്ഞ് അതിന് ആളുകൾ മോടി കൂട്ടിയാലും നീ ശ്രദ്ധിച്ചുകൊണ്ട് ഫഇന്നൽ അംറ യൻജലി വ അൻത അലാ ത്വരീഖിൻ മുസ്തഖീം, കാര്യം കുറച്ചു കഴിഞ്ഞാൽ തിരിയും, സത്യം മനസ്സിലാകും, വ്യക്തത വരും. അപ്പോ നീ വ്യക്തമായ നേരായ മാർഗത്തിൽ മുന്നേറുന്നതായിരിക്കും. അപ്പൊ നിനക്ക് സന്തോഷം ഉണ്ടാകും, അഭിമാനം ഉണ്ടാകും. ഇമാം സാദി റഹ്മത്തുള്ളാഹി, അബ്ദുൽ നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നഹു ലാ യുസ്തദല്ലു അലൽ ഹഖി ബികസറത്തി അഹ്ലി, ധാരാളം ആളുകൾ അങ്ങനെയല്ലേ പോണു, അങ്ങനെയല്ലേ ചെയ്യണു എന്ന് കരുതിയിട്ട് അതാ നല്ലത് എന്ന് തെളിവിടിക്കാൻ കഴിയൂല. ആളുകൾ ഒരുപാടുണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ കഴിയൂല. വലാ യദുല്ലു ഖില്ലത്തു സാലികീൻ ലിഅംരിൻ മിനൽ ഉമൂരി അൻ യകൂന ഗൈറൽ ഹഖ്, സ്വീകരിക്കുന്ന ആളുകള്, സഞ്ചരിക്കുന്ന ആളുകള്, ഇങ്ങനെ പോകുന്ന ആളുകൾ കുറവാണ് എന്ന് കരുതി അത് തെറ്റാണ് എന്ന് പറയാനും കഴിയൂല. എന്ന് മാത്രമല്ല, ബലിൽ വാഖിഉ ബിഖിലാഫി ദാലിക്, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അത് ബാത്തിലാകാനാ സാധ്യത കൂടുതൽ, അത് അസത്യമാകാനാ സാധ്യത. ആളുകൾ കുറവുള്ളോടത്തേക്കാണ് നമ്മൾ പോകാൻ കുറച്ചുകൂടി നല്ലത്. കാരണം സത്യാകാൻ അതാണ് സാധ്യത. സത്യം ഇതിന് നേരെ വിരുദ്ധ. ഖാല ഫഇന്ന അഹ്ലൽ ഹഖ് ഹുമുൽ അഖല്ലൂൻ അദദൻ, സത്യത്തിന്റെ ആളുകൾ ഏത് കാലഘട്ടത്തിലും പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറവായിരിക്കും എണ്ണത്തിൽ. അൽ അഅ്ളമൂന ഇൻദല്ലാഹി ഖദ്റൻ വ അജ്റ, അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തിലും ബഹുമാനാദരവിന്റെ കാര്യത്തിലും ഈ സത്യത്തിന്റെ ആളുകൾ, ഈ കുറവുള്ള ആളുകൾ അവരായിരിക്കും ഏറ്റവും ബഹുമാനാദരവുള്ളവർ. അതുകൊണ്ട് സത്യം ഏതാ അസത്യം ഏതാ എന്നുള്ളതിന് തെളിവുപിടിക്കാൻ ആളുകൾ കൂടുതലുണ്ടോ കുറവുണ്ടോ ഇത് പരിശോധിക്കാൻ പറ്റൂല. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നന്ദിയുള്ള ആളുകൾ വളരെ കുറവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇഅ്ലം, നീ അറിയണം, മനസ്സിലാക്കണം, അന്നൽ ഇജ്മാഅ വൽ ഹുജ്ജത വസ്സവാദൽ ആലം ഹുവൽ ആലിമു സാഹിബുൽ ഹഖ്, സത്യത്തിന്റെ ആള്, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന പറയുന്ന ആള്, അവരാണ് ഇജ്മാഉം രേഖയും സവാദുൽ ആലം, ഏറ്റവും വലിയ ആൾക്കൂട്ടം അവരാണ്. അംഗബലം കുറവാണെങ്കിലും അവരുടെ കയ്യിലുള്ള ഹക്ക്, ദീന് കൃത്യം അവരുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഫഇദാ വഫിർത ബിറജുലിൻ വാഹിദിൻ മിൻ ഉലിൽ ഇൽം, യഥാർത്ഥ അറിവ്, കിതാബ് സുന്നത്തിന്റെ അറിവ് യഥാർത്ഥമായിട്ട് ഉള്ള ഒരാളെ നിനക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ താലിബിൻ ലിദ്ദലീൽ മുഹക്കിമിൻ ലഹു, തെളിവ് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, സത്യത്തിനോട് പിൻപറ്റുന്ന ആളാണ്. ഹൈസു കാന വ ഐന കാന വ മഅമൻ കാൻ, എവിടെയാണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും, എങ്ങനെയാണെങ്കിലും, സാലത്തിൽ വഹ്ശതു വഹസലത്തിൽ ഉൽഫ, അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ നമുക്കുള്ള ഏകാഗ്രത അത് പോയി കഴിഞ്ഞു. പിന്നെ സന്തോഷം, സമാധാനവും ഇണക്കവും അടുപ്പും നമുക്ക് അത് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ധാരാളം വാക്കുകൾ ഈ പറഞ്ഞ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഉപദേശിച്ച് പറഞ്ഞ് തന്നു പോയതുണ്ട്.
അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് പിന്തുടരുക. അൽ ജമാഅ, ആ കൂട്ടത്തിലാണ് നാം എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതിന്റെ പുറമെ അള്ളാഹുവിനോട് ഈ പറയുന്ന മൻഹജില്, ഈ പറയുന്ന അഖീദയിൽ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ നിരന്തരം ഇതിന് നിലനിർത്തി തരാൻ, ഇതിലായി ജീവിച്ച് ഇതിലായി മരിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിനോട് സഹായത്തെ തേടുകയും ചെയ്യുക. മറ്റുള്ള എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ദീന് ശരിയായ മാർഗം മനസ്സിലാകാതെ വ്യതിചലിച്ചു പോകുന്നു. ആ ഒരു വിപത്ത്, ആ ഒരു മുസീബത്തിൽ അള്ളാഹു പെടുത്താതെ ആഫിയത്ത് തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹുവിനെ സ്തുതിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അൽ ഇഅ്തിസാമു ബിസ്സുന്നത്തി നജാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് അതാണ് രക്ഷ. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞു, സുന്നത്ത് എന്ന് പറയുന്നത് സഫീനത്തു നൂഹിൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലാണ്. ആ വലിയ വലിയ പ്രളയം വന്ന സമയത്ത് ആ കപ്പലിൽ കയറി അഭയം തേടിയ ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നതുപോലെ ഈ ലോകത്തുള്ള ഫിത്നയുടെ, കുഴപ്പങ്ങളുടെ, നാശത്തിന്റെ ഈ വലിയ പ്രളയത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് അൽ ജമാഅ, അവരെ കൂടെയായി മുന്നോട്ട് പോകുന്ന മനുഷ്യൻ ഈ ഫിത്നകളിൽ നിന്ന്, നാശങ്ങളിൽ നിന്ന്, ശുബഹത്തിന്റെയും ശഹവാത്തിന്റെയും വഴികേടുകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും. അൽ ഇഅ്തിസാമു ബിസ്സുന്നത്തി നജ. ഇമാം അബു ഉസ്മാൻ നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ അമ്മറ സുന്നത അലാ നഫ്സിഹി, ഒരാൾ അവന്റെ ജീവിതത്തിൽ മുഴുവനും സുന്നത്തിനെ മാത്രമാണ് വിധികർത്താവാക്കി മുന്നോട്ട് പോയി. ഖൗലൻ വഫിഅല, എന്ത് ചെയ്യാണെങ്കിലും എന്ത് പറയാണെങ്കിലും സുന്നത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നതഖ ബിൽ ഹിക്മ, വ്യക്തമായ നാഫിആയ ശരിയായ ഇൽമ് അവന്റെ നാവിൽ കൂടെ പുറത്തേക്ക് വരും. ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത്തുറുഖു കുല്ലുഹാ മസ്ദൂദത്തുൻ അലൽ ഖൽഖ്, അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്ന അവന്റെ മുഅ്മിനീങ്ങൾക്ക് അവൻ ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സകല വഴികളും അടഞ്ഞു കിടക്കുകയാണ്. ഇല്ലാ മൻ ഇഖ്തഫാ അസറർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കാൽപാദങ്ങള്, ആ കാലടികള് അത് പിന്തുടർന്നു പോയാൽ അതിലുള്ള വഴി മാത്രമേ തുറന്നു കിടക്കുന്നതുള്ളൂ. വേറെ ഏത് വഴികളും പിശാച് തുറന്നു വെച്ച 10,000 വഴികളുണ്ടാകും. അതിൽ ഏയിലെ പോയാലും മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ അടവായിരിക്കും, മുന്നോട്ട് കടക്കാൻ കഴിയൂല. പ്രവാചകന്റെ ഈ അസറുകൾ, സുന്നത്ത് അത് പിന്തുടർന്ന ആളുകൾക്ക് മാത്രമേ തുറന്നു കിടക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. വത്തബഅ സുന്നത്തഹു വലസിമ ത്വരീഖതുഹു, റസൂലിന്റെ സുന്നത്തിനെ പിന്തുടർന്നു, ആ റസൂലിന്റെ മാർഗം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഫഇന്ന ത്വരീഖൽ ഖൈറാത്തി കുല്ലഹാ മഫ്തൂഹത്തുൻ അലൈഹി, നന്മയുടെ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അത് മുഴുവനും ഈ സുന്നത്തിൽ മുന്നേറുന്ന വ്യക്തിയെ സംബന്ധിച്ച് തുറന്നു കിടക്കുന്നതായിരിക്കും. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ബറകത്തു വൽ ഖൈറു കുല്ലുഹു, എല്ലാവിധ നന്മകളും എല്ലാവിധ നന്മയുടെ വർധനവും ഫിത്തിബായി അദബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വംതിസാലി അംരി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നതിൽ, ആ റസൂലിന്റെ അധ്യാപനങ്ങൾ, കൽപ്പനകൾ പിന്തുടരുന്നതിൽ മാത്രമാണ് ഒരു മനുഷ്യന്റെ എല്ലാവിധ വിജയവും. അഹ്ലു സുന്നത്തി വൽ ജമാഅ അവിടുത്തെ സുന്നത്തിനെ പിന്തുടരും. അൽ ജമാഅന്റെ കൂടെയായിട്ട് അവരെ കൂടെയായി അവരോട് പിന്തുടർന്നു പോകും. വനജ്തനിബു അശ്ശുദൂദ വൽ ഖിലാഫ വൽ ഫുർഖ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ, അതിന് യാതൊരു പ്രസക്തി അഹ്ലു സുന്നത്തി വൽ ജമാഅ കൊടുക്കൂല, അത് ഒഴിവാക്കും. ഖിലാഫ്, പരിശുദ്ധ ഖുർആനിനും റസൂലിന്റെ സുന്നത്തിനും വിരുദ്ധമായ എതിരായ അഭിപ്രായങ്ങൾ യാതൊരു വിലയും കൊടുക്കൂല, അത് ഒഴിവാക്കും. ഫുർഖത്ത് എന്ന് പറഞ്ഞ മുസ്ലിം ഉമ്മത്തിന്റെ ഈ ഒത്തൊരുമണ്ട്, കിതാബ് സുന്നത്ത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, സഹാബത്ത് പഠിച്ച് മനസ്സിലാക്കിയതുപോലത്തെ മൻഹജ്, ഈ ഒരു ഒത്തൊരുമ, ഈ ഒരു ആൾക്കൂട്ടം, ഈ ഒരു കെട്ടുറപ്പ്, ആ പറയുന്ന കെട്ടുറപ്പ് തകർക്കുന്ന നിലക്കുള്ള ഏതെങ്കിലും വഴികേടിന്റെയോ ലലാലത്തിന്റെയോ ഖുറാഫാത്തിന്റെയോ ബിദ്അത്തിന്റെയോ അനാചാരത്തിന്റെയോ ദേഹ ഇച്ഛയുടെയോ ഏത് അഭിപ്രായങ്ങൾ ആര് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും, ഛിദ്രതയുടെ ഏത് നിലപാടുകളുമായി ആര് വരികയാണെങ്കിലും അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് മുഴുവത്തിനെയും ഒഴിവാക്കും, അത് മുഴുവത്തിനെയും ഒഴിവാക്കും. എതിരഭിപ്രായങ്ങൾ, ഒത്തരമക്ക് വിരുദ്ധമായ
അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഈ ആൾക്കൂട്ടത്തിന് അവരുടെ സുന്നത്തിലും കിതാബിലും സുന്നത്തിലുമായി ഒരുമിച്ച് കൂടി പോകുന്ന ഈ ഒത്തൊരുമക്ക് അതിന് വിരുദ്ധമായ ഈ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളോ അതേപോലെ തന്നെ എതിരഭിപ്രായങ്ങളോ മുസ്ലിമീങ്ങളുടെ ഈ ഒത്തൊരുമയെ ഈ ആൾക്കൂട്ടത്തിനെ ഛിന്ന ഭിന്നമാക്കുന്ന പ്രവൃത്തികളോ വാക്കുകളോ കാര്യങ്ങളോ അതിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിട്ടുനിൽക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവന്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് അവിടുത്തെ സഹാബത്തെ പിന്തുടർന്നതുപോലെ അവരമലാക്കിയതുപോലെ അവരതിൽ ജീവിച്ച് മുന്നേറി വിജയിച്ചതുപോലെ മുന്നേറാനും വിജയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.